ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ വന്നിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് മത്സര പരീക്ഷകൾ എഴുതുന്നവരെ പിന്തുണച്ചും അതുപോലെ തന്നെ അനവധി അധ്യാപകർക്ക് ഒരു കൈത്താങ്ങായും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് കോഴ്സുകളിൽ, ഒരുപാടെന്നല്ല എല്ലാ കോഴ്സുകളിലും ആകർഷകമായ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തിനാ ഇത് പറയുന്നത് അല്ലെ? വേറെ ഒന്നുമല്ല, ഇപ്പൊ നിങ്ങൾ ഒരു HSST ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടാവും അല്ലെ? പാർട്ട്ണറോ അല്ല കോർപ്പറേറ്റിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലോ ഒക്കെ ഉപജീവനം തേടുന്ന ആളായിരിക്കും. ഒരു പക്ഷേ ബിസിനസ്മാൻ ആയിരിക്കും. അപ്പം അവരെ എല്ലാം ഇപ്പൊ കോർപ്പറേറ്റിലാണെങ്കിൽ അവർക്ക് വേണ്ട ഒരു ബെറ്റർ ഇംഗ്ലീഷിന് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് CC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് മാൻ ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലത്തെ ടെക്നിക്സും കാര്യങ്ങളും എല്ലാം CC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടി 3 വയസ്സിലും മുതിർന്ന 3 വയസ്സിനെക്കാട്ടിലും കൂടുതലുള്ള ഒരാളാണെങ്കിൽ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്ന കളരിയുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ വെക്കേഷൻ സമ്മർ ക്യാമ്പുകളുണ്ട്. അനവധി കോഴ്സുകൾ CC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കോഴ്സുകളിലേക്കെല്ലാം തന്നെ ആകർഷകമായ ഓഫറുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് മെയിൻലി ഐ ആം ഫോക്കസിങ് മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിസം എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളാണ്. അപ്പം എനിക്ക് ഇത്രയുമാണ് വേണ്ടത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്ത് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാംഗവിൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം ആണ് അല്ലെ? ലാംഗവിൻ തിയറി ഡയാമാഗ്നറ്റിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ലാംഗവിൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം, what is the primary cause of the diamagnetic response in an atom? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. The alignment of permanent electronic magnetic moment with the external field. B. The change in the orbital speed of the electrons induced by an external magnetic field. Option C. Interaction between neighboring electron spins. Option D. The movement of free electron in a conduction band. അല്ലേ? കുറച്ച് കൺഫ്യൂസിങ് ആണല്ലോ ഓപ്ഷൻസ് എല്ലാം തന്നെ. എന്താണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഓർബിറ്റിന് ചുറ്റുമാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്. അത് വെച്ചിട്ട് mv²/r വെച്ചിട്ട് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എടുക്കും. അവിടെ നമ്മൾ ആംഗുലർ വെലോസിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഓപ്ഷൻ ബി ആണ്. ദ ചേഞ്ച് ഇൻ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്കൊരു 9 എണ്ണം കൂടെ നോക്കാം. അടുത്ത ചോദ്യം വെയ്സ് തിയറി ആണ്. ഇൻ ദ വെയ്സ് തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം, ലാംഗവിൻ തിയറി ഡയാമാഗ്നറ്റിസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെയ്സ് തിയറി പറയുന്നത് ഫെറോമാഗ്നറ്റിസത്തിനെ കുറിച്ചിട്ടാണ്. Weiss theory of ferromagnetism, the internal field is to be proportional to dash. Option A, the applied external magnetic field, the square of the absolute temperature. Option B. Option C, intensity of magnetization. And option D, the volume of the magnetic domains. ഏതാണ് വരിക അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. ഒരു ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ സിലബസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് 1ന്റെയും ടൈപ്പ് 2ന്റെയും ഡിഫറൻസുകളും കമ്പാരിസണും പഠിച്ചിരിക്കണം. ഇനി നോക്കുക. വാട്ട് occurs when a type 1 superconductor is cooled below its critical temperature in a weak magnetic field? Option A, the magnetic field lines are completely expelled from the interior. Option B, the material become a perfect paramagnet.
Option C, the magnetic field remain trapped inside due to zero resistance. The material's resistivity increased to prevent magnetic field penetration. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ എന്താണ് മെയ്സ്നർ എഫക്റ്റ് ആണ് ആൻസർ വരുന്നത്. മെയ്സ്നർ എഫക്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എയിലാണ്. ഇനി ഓപ്ഷൻ ബിയിൽ പെർഫെക്റ്റ് പാരാമാഗ്നറ്റ് എന്നാണ് പറയുന്നത്. ഒരു സൂപ്പർ കണ്ടക്ടർ എന്താണ്? പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വാ, സീറോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. സീറോ റെസിസ്റ്റൻസ് ആരുടെ ഫീച്ചർ ആണ്? ടൈപ്പ് 1-ൻ്റെതല്ല, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന്റെ ഫീച്ചർ ആണ്. അപ്പൊ ഇത്രയും കാര്യം മാത്രം നോക്കിയാൽ പോരാ, സസെപ്റ്റബിലിറ്റി നോക്കണം, അതുപോലെ തന്നെ എന്താണ് പെനട്രേഷൻ നോക്കണം, ഫീൽഡ് ഇക്വേഷൻ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പിന്നെയും നോക്കാനായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം കുറച്ചും കൂടെ ഈസിയാണ്. നീൽസ് തിയറി ഓഫ് ആന്റി ഫെറോമാഗ്നറ്റിസം. ചിന്തിച്ചോണം, ലാംഗ്വേൻ തിയറി ഡയാമാഗ്നറ്റിസം, വെയ്സ് തിയറി പാരാമാഗ്നറ്റിസം, നീൽസ് തിയറി എന്താണ്? ആന്റി ഫെറോമാഗ്നറ്റിസം ആണ്. Assumes the crystal is composed of two sublattice A and B. Below the Néel temperature, option A, sublattice A and B align parallel to each other. Option B, sublattice A and B align anti-parallel with equal magnitude, yielding zero net magnetization. Option C, the spin on both sublattice become randomly oriented. Option D, sublattice A and B align anti-parallel with unequal magnitude. ഏതാണ് ആൻസർ വരിക? ഒന്ന് കമന്റ് ചെയ്യണം അല്ലെ. ആന്റി ഫെറോമാഗ്നറ്റിസം ആണ്, ആന്റി പാരലൽ ആയിട്ടാണ് വരുന്നത്. ആ ഓപ്ഷൻ എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡിയിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിയിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? ഓപ്ഷൻ ബിയില് നെറ്റ് മാഗ്നറ്റൈസേഷൻ 0 ആണെന്നോട് പറയുന്നുണ്ട്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശ്രദ്ധിച്ചോണം, എത്രമാത്രം കൺഫ്യൂസിങ് ആണ് ഓപ്ഷൻസ് വരുന്നത് അല്ലെ. നമ്മൾ ഇക്വേഷൻസും മറ്റുമൊക്കെ ആയിട്ട് പോകുമ്പം, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ട് പോകുമ്പം കൺസെപ്ച്വലൈസ് ചെയ്ത് ക്വാളിറ്റേറ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം ഈ വരുന്ന HSSTക്ക്. അതിന് നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നടന്ന 2 പരീക്ഷകൾ, ഒന്ന് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് 2024 നവംബർ മാസവും ഡിസംബർ മാസവും ആയിട്ട് നടന്നത്. അതിനുശേഷം 2025 ജൂൺ മാസം 30 നടന്ന HSST സീനിയർ. ഈ 2 പരീക്ഷകളിൽ വ്യക്തമായിട്ട് തന്നെ PSC കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിന് എക്സാമ്പിൾസ് ആണ് ഈ ചോദ്യങ്ങളെല്ലാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഓർ സർഫസ് ചാർജ് ഇൻ എ ക്രിസ്റ്റൽ സ്പെസിഫിക്കലി ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് മെക്കാനിക്കൽ സ്ട്രെസ് ഈസ് നോൺ ആസ് EC ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി, പീസോ ഇലക്ട്രിസിറ്റി. ഇനി അടുത്ത ചോദ്യം, which of the following is a defining characteristics of a ferroelectric material? ഫെറോമാഗ്നറ്റിസവും ഫെറോ ഇലക്ട്രിക്കും എന്താണ്? ഹിസ്റ്റീരിയസിസ് കർവ് ഒബേ ചെയ്യുന്നതാണ്. ഹിസ്റ്റീരിയസിസ് കർവ് ഒബേ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സിബിലിറ്റി പോസിബിൾ ആണ്. ഓക്കെ, ഓപ്ഷൻ എ, ഇറ്റ് ലാക്സ് ക്യൂരി ടെമ്പറേച്ചർ. Option B, it possesses a spontaneous electric polarization that can be reversed by an external electrical field. Option B ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. In an anti-ferroelectric crystal, the individual electric dipole are ordered such that ആന്റി-ഫെറോഇലക്ട്രിക് ആണ്. ആന്റി-ഫെറോഇലക്ട്രിക്കിൽ എന്തായിട്ട് വരും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക അല്ലെ. ഓപ്ഷൻ ബി നോക്കിക്കേ, adjacent dipole are oriented in opposite direction resulting in zero net polarization. ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം കുറച്ചു മുമ്പേ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇനി അടുത്ത ചോദ്യം, at the Néel's temperature magnetic susceptibility of an anti-ferromagnetic material. എന്താണ് നീൽസ് ടെമ്പറേച്ചർ? ആന്റി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനാണ് നീൽസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ നീൽസ് ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുക? സസെപ്റ്റബിലിറ്റി മാക്സിമം ആയിരിക്കും. നീൽസ് ടെമ്പറേച്ചർ വരെ എന്ത് ചെയ്യും? സസെപ്റ്റബിലിറ്റി ഉയരും. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ക്യൂരി വെയ്സ് ലോ ഒബേ ചെയ്യും. എന്നാൽ ഒറിജിനൽ ക്യൂരി വെയ്സ് ലോ അല്ല ഒബേ ചെയ്യുന്നത്, മോഡിഫൈഡ് വെർഷൻ ഓഫ് ക്യൂരി വെയ്സ് ലോ ആണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ, റീച്ച് മാക്സിമം വാല്യൂ ആണ് ആന്റി ഫെറോമാഗ്നറ്റിസത്തിന് വരുന്നത്. അപ്പൊ ആന്റി ഫെറോമാഗ്നറ്റിസത്തിനും എന്താണ്? ചെറിയ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് എന്ത്? നമ്മുടെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത്
Which of the following material is a classic example of ferroelectric crystal with a perovskite structure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ വരുന്നത് ബേരിയം ടൈറ്റാനേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും എക്സാമ്പിൾ പഠിക്കണം. എക്സാമ്പിൾ പഠിച്ചേ മതിയാകത്തുള്ളൂ. ഫെറോ ഇലക്ട്രിക്കിന്റെ, ആന്റി ഫെറോ ഇലക്ട്രിക്കിൻ്റെത്, അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക്കിൻ്റെത്, ആന്റി ഫെറോ മാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഇതിന്റെ എല്ലാം എക്സാമ്പിൾസ് പഠിക്കണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാംഗവൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം പ്രെഡിക്ട്സ് ദാറ്റ് ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും സസെപ്റ്റബിലിറ്റിയുമായിട്ടുള്ള എല്ലാ ഗ്രാഫുകളും, ഓരോ മാഗ്നറ്റിസത്തിന്റെയും ഗ്രാഫുകൾ പഠിക്കണം. ഡയാമാഗ്നറ്റിസം എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. പാരാമാഗ്നറ്റിസം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതേസമയം ആന്റി ഫെറോയോ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഫെറോ മാഗ്നറ്റിസമോ അതും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സി, ഒരു സിംഗിൾ ടോപ്പിക് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചോദ്യത്തിന്റെ അകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻസിന്റെയും പ്രോബ്ലത്തിന്റെയും ഒന്നും പ്രസൻസ് ഇല്ലാതെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തിയത്. അപ്പം എന്തായാലും നമുക്ക് ഇപ്പം നമ്മുടെ CC ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്ന, HSSTയുടെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്ന സമയമാണ്. 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെയും 1.5 മണിക്കൂർ, വൈകിട്ടും 1.5 മണിക്കൂർ എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പം ഷെഡ്യൂൾഡ് ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്, ഇപ്പം നമ്മളിവിടെ പരിശീലിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പം ഇവിടെ കാണിച്ചത്. ആ രീതിക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പം ഇതേപോലത്തെ സീരീസുകളുമായിട്ട്, വീഡിയോ സീരീസുകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ അടുത്ത ഒരു പാർട്ട്, ഇപ്പം നമ്മുടെ മാഗ്നറ്റിസം കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് ക്രോണിപെന്നി മോഡലൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ട്. തീർച്ചയായിട്ടും ആ ഭാഗവുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മാക്സിമം നമുക്കറിയാം ഏകദേശം 4203 ആൾക്കാർ HSST ഫിസിക്സ് എഴുതുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. എല്ലാവർക്കും ഇതൊരു ഉപകാരമാകട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.